മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. തൃക്കരങ്ങളെന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. തൃക്കരങ്ങളെന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം അനുസരിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. ദൈവം ആരാണ്? ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ആരാണ്? നമ്മുടെ കാലദൈർഘ്യം എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഈ ഭൂമിയിൽ ആരായിരിക്കുന്നു? നമ്മൾ എങ്ങനെ ജീവിക്കണം? ഈ കാര്യങ്ങളെല്ലാം പത്രോസ് ഈ ലേഖനത്തിൻ്റെ ഈ വാക്യത്തിൽ പറയുന്നു. ദൈവത്തെ ഇവിടെ 2 നിലയിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു, അഥവാ ദൈവം പിതാവാണ്. പിതാവായ ഒരു ദൈവത്തെ ഇവിടെ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ദൈവം ന്യായം വിധിക്കുന്ന ന്യായാധിപനും കൂടിയാണ്. ദൈവമാണ്, ന്യായാധിപനുമാണ്. അഥവാ ഇവിടെ ന്യായം വിധിക്കുന്നത് ദൈവമക്കളെയാണ്. ദൈവം എങ്ങനെയുള്ള ന്യായാധിപനാണെന്ന് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്. അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കത്രേ. ന്യായമായിട്ട് വിധിക്കുന്നവനാണ്. അന്യായമൊന്നും ഈ ദൈവത്തിൻ്റെ പക്കൽ വിധിക്കില്ല. മാത്രമല്ല, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിക്കുന്നവനാണ്. എല്ലാവരെയും ന്യായം വിധിക്കുന്നവനാണ്. ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു ന്യായവിധി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇവിടെ പറയുകയാണ്. ഈ 16-ാം വാക്യത്തിൻ്റെ തുടർച്ചയാണ്. ഒരു മൂലഭാഷയിൽ അതിനോട് ചേർന്ന് വരുന്നതാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് മുഖപക്ഷം കൂടാതെ, വിശുദ്ധിയുടെ കാര്യത്തിൽ ദൈവത്തിന് യാതൊരു മുഖപക്ഷവും ഇല്ല. അഥവാ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന കാര്യത്തിൽ, അത് ഏത് കൽപ്പന തന്നെ ആയിക്കൊള്ളട്ടെ, അതിനനുസരിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ദൈവത്തിന് യാതൊരു അയവുമില്ല. അതനുസരിച്ചേ മതിയാകത്തുള്ളൂ. അനുസരിച്ചില്ലെങ്കിൽ ഒരു ന്യായവിധി ഉണ്ട് എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ദൈവത്തെ പഴയ നിയമത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഒരു നീതിമാനായ, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് രാജാവ് ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യം നമ്മൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു. ആകയാൽ യഹോവഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, ദൈവഭയമുള്ളവരായിരിക്കണം, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവീൻ. വളരെ സൂക്ഷ്മതയോടെ ദൈവത്തെ ഭയപ്പെട്ട് പ്രവർത്തിക്കുക. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. അതുകൊണ്ട് വളരെ ഭയത്തോടും വളരെ സൂക്ഷ്മതയോടും കൂടി ജീവിക്കണം എന്നാണ് യഹോശാഫാത്ത് ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ ഓർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പൗലോസും ആ കാര്യം പറയുന്നുണ്ട്. യജമാനന്മാരോട് പറയുമ്പോൾ, യജമാനന്മാരെ നിങ്ങൾക്കും
സ്വർഗത്തിലൊരു യജമാനനുണ്ട്, അവന്റെ പക്കൽ മുഖപക്ഷയില്ല എന്ന് എഫേസ്യർ 6:9 പൗലോസ് യജമാനന്മാരോട് പറയുന്നുണ്ട്. ദാസന്മാരോടുള്ളതായ അവരുടെ ഇടപെടലിൽ സ്വർഗീയ യജമാനൻ നിങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ഇടപെടണം. ആ യജമാനൻ മുഖപക്ഷം കാണിക്കാത്തവനാണ്. അതുകൊണ്ട് ദാസന്മാരോട് നിങ്ങൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല, എല്ലാവരെയും ഒരുപോലെ കാണണം. ഇവിടെ ഈ ആരെയാണ് ന്യായം വിധിക്കുന്നത്? നമ്മളിവിടെ കണ്ടു, നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു. അഥവാ ആരാണോ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് അവർ ദൈവമക്കളാണ്. അങ്ങനെയുള്ള ദൈവമക്കളെ ന്യായം വിധിക്കുന്ന ദൈവം ഇപ്പോഴും ന്യായം വിധിക്കുന്നവനാണ്, ഭാവിയിലെ ന്യായം വിധിക്കുന്നവനാണ്. ഇപ്പോഴത്തെ ന്യായവിധിയെ നമ്മൾ വിളിക്കുന്ന ബാലശിക്ഷ എന്നുള്ളതാണ്. മക്കളായതുകൊണ്ട് മക്കൾ തെറ്റിപ്പോയാൽ പിതാവ് ആ മക്കളെ കറക്റ്റ് ചെയ്യുന്നതാണ്, തെറ്റുതിരുത്തുന്നതാണ് ഇപ്പോഴത്തെ ന്യായവിധി. അതിനെ ബാലശിക്ഷ എന്നാണ്. പിതാവ് മക്കളെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർ വഴിതെറ്റിപ്പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അവരെ തിരുത്തി യഥാസ്ഥാനപ്പെടുത്തുവാൻ ബാലശിക്ഷ അനുവദിക്കുന്നു. എന്നാൽ ഒരു ബാലശിക്ഷയും താൽക്കാലികമായിട്ട് സന്തോഷം നൽകുന്നതല്ല. അതുകൊണ്ട് ബാലശിക്ഷ കിട്ടിയേ ഞാൻ നന്നാകൂ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ സ്വയം പരിശോധന നടത്തി നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കേണ്ടതാണ്. ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 22:12 കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ എൻ്റെ പക്കലുണ്ട്. ഭാവിയിൽ കർത്താവ് വരുമ്പോഴും നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ആ പ്രവൃത്തികൾ നമ്മൾ എത്രത്തോളം ദൈവമഹത്വത്തിനായി പ്രവർത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ, കുറ്റങ്ങളെ നിസ്സാരമായിട്ട് കണ്ട് ആ തെറ്റുകളിൽ മറ്റാരും കാണുന്നില്ല, മറ്റാരും അറിയുന്നില്ല എന്ന് തുടരാതെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും കുറ്റങ്ങളെയും കണ്ട് ഉണരുവാനും തെറ്റുകളെ തിരുത്തുവാനും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാനും കഴിയണം. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് പറയുകയാണ്. നമ്മുടെ പ്രവാസകാലമാണ്, ഇവിടെയുള്ള ചെറിയ കാലമാണ്. ഇവിടുത്തെ കാലം നീണ്ടതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, അത് പ്രവാസകാലമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം നാടല്ല, അക്കരെ നാടാണ്. ഇവിടെ താൽക്കാലികമാണ്, ഇവിടെ നിലനിൽക്കുന്നതായി ഒന്നുമില്ല. ഈ നാടിനു വേണ്ടി, ഈ ഇവിടെ കാണുന്നതിന് വേണ്ടി അല്ല നാം ജീവിക്കേണ്ടത്. നമ്മുടെ സ്വന്തം നാടായ അക്കരെ നാടിനു വേണ്ടി ജീവിക്കുക. സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രതിഫലത്തിന് വേണ്ടി നാം കരുതുക. ന്യായം വിധിക്കുന്ന ആളിൽ നമ്മുടെ കൈകൾ ഉറച്ചു നിൽക്കുവാൻ, നമുക്ക് അവിടെ ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ഇവിടെ നമുക്കുള്ളതൊക്കെയും സ്വർഗീയ നാടിനു വേണ്ടി, ആ സ്വർഗീയ ദേശത്തിനു വേണ്ടി നാം കരുതണം. മാത്രമല്ല ഭയത്തോടെ കഴിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നമ്മുടെ പിതാവ് ന്യായം വിധിക്കുന്നവനാണെന്നുള്ള ഗൗരവം, ദൈവത്തെ നിസ്സാരമായിട്ട് കാണാതെ ഗൗരവത്തോടുകൂടി ഭയത്തോടുകൂടി നമ്മൾ ജീവൻ നയിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ച് ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടിയെന്നാണ്. നമ്മുടെ കർത്താവ് പിതാവിനോട് സമത്വമുള്ളവനാണെങ്കിലും അവിടുന്ന് ഭയഭക്തിയോടെ ജീവിച്ചു. നോഹയെക്കുറിച്ച് ഈ എബ്രായ 12 വായിക്കുന്നത് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പട്ടണം പണിതെന്നാണ്. നോഹ ആ തലമുറയിൽ രക്ഷപ്പെടുവാനുള്ള കാരണം നോഹയുടെ ഭയഭക്തിയോടുള്ള ജീവിതമാണ്. നമ്മൾ വെളിപ്പാട് എബ്രായ ലേഖനം അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനകാലം പറയുന്ന ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് എബ്രായ ലേഖനകാരൻ അതിൻ്റെ 12-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നു. നമ്മൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന നീയല്ലോ. പ്രിയപ്പെട്ടവരെ, ഭയഭക്തിയോടുകൂടി നമ്മുടെ ജീവിതത്തെ കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾക്കൊരു പ്രവാസകാലമാണ്, നമ്മുടെ കർത്താവ് വരുന്നു. ആ ദിവസത്തിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് മുഖവശം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവത്തെയാണ് പിതാവ് വിളിക്കുന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഏതോ നീരത്തും കോടെ